വെൽക്കം ടു KA ഫോക്കസ്. ഇന്ന് നമ്മൾ മാത്സിനകത്ത് 3 ഡയമെൻഷണൽ ജിയോമെട്രിയും വെക്ടേഴ്സും ആണ് നോക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദി ഇക്വേഷൻ ഓഫ് ദ ലൈൻ ത്രൂ ദി പോയിന്റ്, ഒരു പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് പാരലൽ ടു ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ്, അത് നമുക്ക് പോയിന്റ്സ് തന്നിട്ടുണ്ട്. അതായത് ഒരു ലൈൻ നമുക്ക് തന്നിട്ടുണ്ട്, അതിനകത്ത് 2 പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. പോയിന്റ്സ് എന്ന് പറയുന്നത് -2, 2, 0യും -1, 1, 1 ആണ്. ഇതിന് പാരലായിട്ട് വേറൊരു ലൈൻ, ആ ലൈനിൽ ഒരു പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട് 1, -1, 1. ഇതിൻ്റെ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യാം. ഇതിന് x1, y1, z1 എന്ന് കൊടുത്തു. ഇത് x2, y2, z2 ആണ്. എല്ലാം 1, 1 അല്ലേ? മൈനസ് ഉണ്ട് അല്ലേ? ഫസ്റ്റ് 1 മൈനസ് ആണ്, വിട്ടുപോരുതേ. ഫസ്റ്റ് 1 മൈനസ് ആണ് കൊടുത്തു. ഇനി ഇത് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? അറിയാവുന്നതാണ് ഇക്വേഷൻ. x മൈനസ് ഈ ലൈനിൻ്റെ x വാല്യൂ ഏതാണോ അത് ബൈ x1 മൈനസ് x2 എടുക്കാം, അല്ലെങ്കിൽ x2 മൈനസ് x1 എടുക്കാം. സൈൻ മാറി വരുമെന്ന് മാത്രമേ ഉള്ളൂ, വേറൊരു പ്രശ്നവും ഇല്ല. തന്നിരിക്കുന്ന ഓപ്ഷൻ്റെ അകത്ത് അതില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സൈൻ മാറ്റി കൊടുത്ത് നോക്കിയാൽ മാത്രം മതി. ഞാൻ സൊല്യൂഷൻ എത്തുമ്പോൾ ഞാൻ പറയാവേ. ഇവിടെ നോക്കി, x1 മൈനസ് x2 ആണ്. x1 എന്ന് പറയുന്നത് -2 ആണ്. -2 മൈനസ് -1 എന്ന് പറയുമ്പോൾ +1 ആയിട്ട് മാറും. -2 മൈനസ് -1 അല്ലേ? ദറ്റ് ഈസ് -2 + 1. ആൻസർ -1 ആണ്. ഈക്വൽ ടു അടുത്തത് y -1 +1 ആയിട്ട് മാറും ബൈ y1 മൈനസ് y2. y1 മൈനസ് y2 എന്ന് പറയുമ്പോൾ ഇവിടെ 2 ആണ്, ഇവിടെ 1 ആണ്, 1 വരും. ഈക്വൽ ടു ദെൻ z -1 അല്ലേ? ഇത് 1 ആണ്. z -1 ബൈ z1 മൈനസ് z2. z1 എന്ന് പറയുന്നത് 0 ആണ്, ഇത് 1 ആണ്. നമുക്കിവിടെ -1 വരും. ഇനി ഈ മൈനസ് നമ്മൾ മുകളിലേക്ക് കൊടുത്ത് എഴുതുകയാണെങ്കിലോ -x + 1 അല്ലേ? അപ്പം 1 - x എന്ന് എഴുതാം. ഇവിടെ ഒന്നുമില്ല, y + 1 തന്നെ വരും. ഈക്വൽ ടു ഇവിടെ മൈനസ് മുകളിലേക്ക് വരുമ്പോൾ -z, ഇത് +1 ആണ്. അപ്പം 1 - z എന്ന് വരും. ഇത് ഓപ്ഷനിലുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി കിടപ്പുണ്ട്, നോക്കിയേ. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 1 - x, 1 + y, 1 - z. കണ്ടോ? 1 - x, 1 + y, 1 - z. ഇനി ചിലപ്പോൾ നമ്മൾ തിരിച്ചാണ് ചെയ്തിരുന്നതെങ്കിൽ, അതായത് x2 - x1 ആണ് ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നതെങ്കിൽ നമുക്കിതിൻ്റെ സൈൻ മാറി വരുമെന്നേ ഉള്ളൂ, വേറൊരു വിഷയവും ഇല്ല. സൈൻ മാറി വരിക എന്ന് പറയുമ്പോൾ x പ്ലസ് ആയിട്ട് മാറി, ഇത് മൈനസ് ആയിട്ട് മാറും. അതുപോലെ തന്നെ ഇവിടെ സൈൻ മാറി വരും അല്ലേ? അതുപോലെ തന്നെ ഇവിടെ എന്തായിട്ട് ചേഞ്ച് വരും? സൈൻ ചേഞ്ച് വരും. ആ ഒരു വിഷയം മാത്രമേ ഇവിടെ വരുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. -y -1, അതുപോലെ ഇവിടെ വരുമ്പോഴത്തേക്കും z -1. സൈനിനകത്ത് മാത്രമേ നമുക്ക് ചേഞ്ച് വരത്തുള്ളൂ, ബാക്കി കിട്ടുന്നതെല്ലാം ഒരേപോലെ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ചെക്ക് ചെയ്താൽ മതി. ഓപ്ഷൻ ചെക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയതല്ലെങ്കിൽ സൈൻ മാറ്റിയിട്ട് ഉടൻ തന്നെ നോക്കണം. സൈൻ മാറ്റി കൊടുത്താൽ കിട്ടുന്നത് അതിനകത്തുണ്ടോ എന്ന് നോക്കണം. അതായിരിക്കും ആൻസർ. ക്ലിയർ ആയോ? നമ്മൾ ഈ x1 x2 മൈനസ് എടുക്കുന്നതിനകത്ത് വരുന്ന ഡിഫറൻസ് ആണ്. x1 - x2 എടുക്കാം, അതുപോലെ തന്നെ x2 - x1 എടുക്കാമല്ലോ. അപ്പം അതിനകത്ത് വരുന്ന ചേഞ്ചാണ് ഫൈനൽ ആൻസറിൽ ആ സൈനിനകത്ത് വരുന്നത്. ഓക്കെ, ഇത് 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2022 കീമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അടുത്തതിനകത്ത് വരുമ്പം ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് i + 4k + λ × 2i + j - k and r = 2i - j + 3k + μ × i + k. ഈ 2 ലൈനിൻ്റെ ഇടയ്ക്ക് വരുന്ന ആംഗിൾ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആംഗിൾ കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? പെട്ടെന്ന് ഓർത്ത് നോക്കിയേ. പെട്ടെന്നൊരു റീക്യാപ്പ്. പെട്ടെന്ന് ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഫോർമുല തീറ്റ ഈക്വൽ ടു
cos inverse b1 b2 by b1 dot b2 ആണ് by മോഡുലസ് b1 മോഡുലസ് b2 ഇതിൻ്റെ മോഡുലസ് വാല്യൂ ആണ്. ഇനി ഇതിനകത്ത് b1 b2 ആരാ? b1 എന്ന് പറയുന്നത് ഈ ലാംഡയുടെ കൂടെ വന്നിരിക്കുന്നതാണ്, അതായത് 2i പ്ലസ് ജെ മൈനസ് കെ. അതുപോലെ b2 എന്ന് പറയുന്നത് ഈ മ്യൂവിൻ്റെ കൂടെ വന്നിരിക്കുന്നതാണ്, i പ്ലസ് കെ. അങ്ങനെയാണെങ്കിൽ b1 ഡോട്ട് b2 എന്തായിരിക്കും? ക്രോസ് പ്രോഡക്റ്റ് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക അല്ലേ. 2 പ്ലസ് ഇവിടെ ഇല്ല അല്ലേ, ഇവിടെ ജെയുടെ വാല്യൂ ഇല്ല, അതുകൊണ്ട് ഇത് 0 ആയി പോവും. ഇവിടെ കെയുടെ വാല്യൂ വരുമ്പോഴത്തേക്കും -1 വരും. ദാറ്റ് ഈസ് 2 - 1 ഈക്വൽ ടു 1 എന്ന് വരും. ക്ലിയർ ആയോ? ഇനി മോഡുലസ് b1 റൂട്ട് ഓഫ് 2ൻ്റെ സ്ക്വയർ 4 പ്ലസ് 1 പ്ലസ് ഇതിൻ്റെ -1ൻ്റെ സ്ക്വയർ 1 തന്നെ, ദാറ്റ് ഈസ് റൂട്ട് 6. മോഡുലസ് b2 റൂട്ട് ഓഫ് 1 പ്ലസ് 1 ദാറ്റ് ഈക്വൽ ടു റൂട്ട് 2. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്തായിരിക്കും? തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് b1 ഡോട്ട് b2 എന്ന് പറയുന്നത് 1 ആണ്, ബൈ ഇതെന്ന് പറയുന്നത് റൂട്ട് 6 അല്ലേ. b1 മോഡ് b1 മോഡ് b2 എന്ന് പറയുന്നത് റൂട്ട് 6 റൂട്ട് 2 ആണ്. റൂട്ട് 6ഉം റൂട്ട് 2ഉം എന്ത് വരും? റൂട്ട് 12 എന്ന് എഴുതാം. കോസ് ഇൻവേഴ്സ് 1 ബൈ റൂട്ട് 12 ഓപ്ഷനിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ സി കിടപ്പുണ്ട് കണ്ടോ. ഓപ്ഷൻ സിയിൽ കിടപ്പുണ്ട് 1 ബൈ റൂട്ട് 12. ഇതും 2021 ക്വസ്റ്റ്യൻ ആണ്. 2021 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് പ്രൊജക്ഷൻ ആണ്. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആട്ടോ, കിട്ടിയാൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണേ. ഇതൊന്നും സ്കിപ്പ് ചെയ്ത് കളയരുതും, ഇതെല്ലാം നോക്കിക്കോണം കേട്ടോ. ദി പ്രൊജക്ഷൻ ഓഫ് ദ വെക്ടർ ഈസ് വെക്ടർ എ. വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട് ഓൺ ദ വെക്ടർ ബി. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്ന് പറയുമ്പോൾ ഏതാ ഇക്വേഷൻ? എ ഡോട്ട് ബി ബൈ മോഡുലസ് ബി. തിരിച്ചാണെങ്കിലോ ബി ഓൺ എ ആണ് ചോദിച്ചിരുന്നെങ്കിലോ എ ഡോട്ട് ബി ബൈ മോഡുലസ് എ. അറിയായിരിക്കും, എന്നാലും ഒന്നും കൂടി ഒന്ന് മെമ്മറൈസ് ചെയ്ത് ഒന്ന് തറവാക്കി തെറ്റിപ്പോകാതിരിക്കാനായിട്ട് ഒന്നും കൂടി ക്ലിയർ ചെയ്തിട്ട് വേണേ എക്സാമിന് പോകാനേ. ദാറ്റ് ഈക്വൽ ടു ഇനി എ ഡോട്ട് ബി. എ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ നമുക്ക് വെക്ടർ എയും വെക്ടർ ബിയും തന്നിട്ടുണ്ട്. 2i - 3j പ്ലസ് 4k ആണ് എ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്ന വെക്ടർ i ആണ്. ഓക്കെ, i - 2j പ്ലസ് 2k ആണ്. ഓക്കെ, ഇനി നമുക്ക് എ ഡോട്ട് ബി എഴുതാം. എ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ 2 പ്ലസ് 6 പ്ലസ് 8 റൂട്ട് 16 ദാറ്റ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഇനി മോഡുലസ് എ. മോഡുലസ് എ എന്ന് പറയുമ്പോഴത്തേക്കും റൂട്ട് ഓഫ് 2 സ്ക്വയർ 4 പ്ലസ് 9 അല്ലേ, 3 സ്ക്വയർ 9 ആണ്, പ്ലസ് 16 റൂട്ട് 29 അല്ല, സോറി കേട്ടോ. ഇത് പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി ആണ്. മോഡ് ബി ആണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, ഇതിവിടെ എഴുതിയപ്പം അത് നോക്കി അങ്ങ് ചെയ്തു പോയതാണ് തെറ്റിയത്. ഓക്കെ, നമുക്ക് കിട്ടേണ്ടത് ബി ആണ്. ബി എന്ന് പറയുമ്പോൾ 1 പ്ലസ് 4 പ്ലസ് 4 റൂട്ട് 9 എന്ന് വരും. റൂട്ട് 9 എന്ന് പറയുന്നത് 3 ആണ്. റൂട്ട് 9 എന്ന് പറയുന്നത് 3 ആണ്. മോഡ് ബി എന്ന് പറയുന്നത് 3 ആണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ആൻസർ എത്രയാണ്? എ ഡോട്ട് ബി 4 കിട്ടി, മോഡ് ബി എന്ന് പറയുന്നത് 3 എന്ന് കിട്ടി. ആൻസർ ഈസ് 4/3. ക്ലിയർ? നമുക്ക് പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി ആണ്. എ ഓൺ ബി എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ വരുന്നത് ബി ആണ്.
തിരിച്ച് ബി ഓൺ എ ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ എ ആണ് വരേണ്ടത്. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ബി മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ബിയുടെ മോഡുലസ് വാല്യൂ ആണ്. എ ഡോട്ട് ബി നമുക്ക് കിട്ടി, ഇതിൻ്റെ മോഡുലസ് വാല്യൂ കിട്ടി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ആൻസറായി. അത്രയേ ഉള്ളൂ. ഇത് 2023 ക്വസ്റ്റ്യൻ ആണ്. മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ് ഇത്. അതുകൊണ്ട് വിട്ടുകളയരുത്, കാര്യമായിട്ടൊന്ന് നോക്കിയിട്ടേ പോകാവുള്ളൂ കേട്ടോ. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒന്നും തന്നെ സ്കിപ്പ് ചെയ്ത് കളയരുത്. അടുത്തത് ഒരു ഐഡന്റിറ്റി വെച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും 22 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇഫ് എ ക്രോസ് ബി ഈക്വൽ ടു എന്താന്ന് തന്നിട്ടുണ്ട്, എ ഡോട്ട് ബി എന്താന്ന് തന്നിട്ടുണ്ട്, മോഡ് എ സ്ക്വയർ മോഡ് ബി സ്ക്വയർ എന്താന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഐഡന്റിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് എ ക്രോസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് എ ഡോട്ട് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മോഡ് ബി സ്ക്വയർ ആയിരിക്കും. ഇത് പഠിച്ചിട്ടോണം. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, അറിഞ്ഞുകൂടാത്തവർ ഇതൊന്ന് നോട്ട് ചെയ്തിട്ടോണം കേട്ടോ. ഇനി നമുക്ക് എളുപ്പമാണ്, ചെയ്യാനൊന്നുമില്ല ചെയ്യാനായിട്ട്. എ ക്രോസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും കണ്ട് ഇവിടെ തന്നിട്ടുണ്ട് 7i 9j പ്ലസ് 10k അല്ലേ, അതിൻ്റെയൊക്കെ സ്ക്വയർ വാല്യൂ 7 സ്ക്വയർ പ്ലസ് 9 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ എന്ന് വരും. ദറ്റ് ഈസ് 49 പ്ലസ് 81 പ്ലസ് 100. ഇനി എ ഡോട്ട് ബി ദ ഹോൾ സ്ക്വയർ അല്ലേ, എ ഡോട്ട് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും ക്വസ്റ്റിന് നമുക്ക് തന്നിട്ടുണ്ട് എ ഡോട്ട് ബി ഈക്വൽ ടു -20 ആണല്ലേ, -20 ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 20 സ്ക്വയർ ഈക്വൽ ടു 400. ഇനി മോഡ് എ സ്ക്വയർ മോഡ് ബി സ്ക്വയർ എന്ന് പറയുന്നത് ഇതിൻ്റെ സമ്മിന് ഈക്വൽ ആണ്. ഇതിൻ്റെ സം എന്ന് പറയുമ്പോഴത്തേക്കും 49 പ്ലസ് 81 പ്ലസ് 100 പ്ലസ് 400 500 അല്ലേ, 551 600 630 വരും. 630 വരും ആൻസർ. 630 ആൻസർ 8 തന്നെ കിടപ്പുണ്ട്. 630 നോക്കിയാൽ നമുക്കിത് പ്രൂവ് ചെയ്യാനായിട്ട് എളുപ്പമാണ്, അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ. എ ക്രോസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലേ, ഓക്കെ. മോഡ് എ സ്ക്വയർ മോഡ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. അതുപോലെ എ ഡോട്ട് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പം കോസ് സ്ക്വയർ തീറ്റ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്കും അല്ലേ, പ്ലസ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് മോഡ് എ സ്ക്വയർ മോഡ് ബി സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. ബാക്കി എന്താ വരുന്നത്? പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എത്രയാണ്? 1 ആണല്ലേ. അങ്ങനെയെങ്കിൽ ഇത് എന്താന്ന് കിട്ടും? മോഡ് ബി സ്ക്വയർ എന്ന് കിട്ടും. അതായത് ഇതേ ഈക്വൽ ടു ഇതെന്ന് വന്നു അല്ലേ, ഇതേ ഈക്വൽ ടു ഇത് രണ്ടിൻ്റെ സം ഈക്വൽ ടു ഇതെന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഹൂസ് വേർട്ടിസസ് ആർ. നമ്മളിത് തിയറി എക്സാമിന് നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ, തിയറി എക്സാമിനും സ്ഥിരം കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ട്രയാങ്കിളിൻ്റെ. എന്ത് തന്നിട്ടുണ്ട്? വേർട്ടിസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എ ബി സി വേർട്ടിസസ് മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും 1 -1 2, then 2 1 -1. സി എന്ന് പറയുന്നത് 2 -1 3 -1 2 അല്ലേ. ഓക്കെ, നമുക്കറിയാം ഇക്വേഷൻ എന്ന് പറയുന്നത് ½ ഇൻറ്റു എ
AC ക്രോസ് AB അല്ലേ, അല്ലെങ്കിൽ AB ക്രോസ് AC. ഇത് ഫൈൻഡ് ഔട്ട് ചെയ്താൽ നമ്മുടെ ആൻസറായി. അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? AB എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം, പിന്നെ AC എന്താണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്ക് ഇതിനകത്ത് AB എടുക്കാം. AB എടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ x1 x2 y1 y2 z1 z2 അല്ലേ, അതിൻ്റെ സബ്ട്രാക്ട് ചെയ്താൽ മാത്രം മതി, നമുക്ക് ആൻസർ ആവും. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് 2 1 ആണ്. 2 1 പറയുമ്പോൾ I വരും അല്ലേ. അടുത്തതിനകത്ത് എന്ത് വരും? 2j വരും. 1 മൈനസ് ഓഫ് -1 2 വരും. അടുത്തതിലേക്ക് വരുമ്പോഴത്തേക്കും -1 -2 അല്ലേ. -2 എന്ന് പറയുമ്പോൾ -3 വരും. അതേപോലെ തന്നെ AC ഫൈൻഡ് ഔട്ട് ചെയ്യുക. AC എന്ന് പറയുമ്പോൾ ഇവിടെ C ഇതാണ്. ഇത് വെച്ചിട്ട് നമ്മളിത് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോഴത്തേക്കും 3 - 1 എന്ന് പറയുമ്പോൾ 2i ആണ്. പ്ലസ് -1 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും, അപ്പോൾ അത് 0 ആയി പോവും, 0 ആണ്. ദെൻ അടുത്തത് വരുമ്പോഴും 2 - 2 വരുമ്പോഴത്തേക്കും അതും 0 ആയി പോവും. ഇനി നമ്മൾ ഏരിയ കിട്ടാനായിട്ട് 1/2 ഇൻറ്റു IJK 1 2 - 3 2 0 0. ഇനി സിംപ്ലിഫൈ ചെയ്താൽ മാത്രം മതി, നമ്മുടെ ആൻസർ ആവും. കിട്ടുന്ന ആൻസർ √13 ആണ്. √13 ആണ്. അതായത് ഇവിടെ ചെയ്യുമ്പോൾ 1/2 ഇൻറ്റു ബാക്കി വരുമ്പോൾ ഓക്കെ -6j -4k. ഓക്കെ, നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കിയോണേ, ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുന്നതേ ഉള്ളൂ. ക്യാൻസൽ ആകുമ്പോൾ 3 വരും, ഇവിടെയും 2 വരും. എന്ന് വെച്ചാൽ നമ്മൾ മോഡുലസ് വാല്യൂ എടുക്കുമ്പോഴത്തേക്ക് 9 + 4 വരും അല്ലേ. √9 + 4 = √13. ഓക്കെ, അത്രയേ ഉള്ളൂ ആൻസർ. സിമ്പിൾ ആട്ടോ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും മിസ് ചെയ്ത് കളയരുതേ, ചെയ്തേക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. If θ1, θ2 and θ3 are the angle made by a line with the positive direction of the xy/z axis, then the value of cos θ2 θ1 plus cos 2 θ2 plus cos 2 θ3 is. നമുക്കിവിടെ ഡയറക്ഷൻ കോസൈൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കറിയാം ഡയറക്ഷൻ കോസൈൻ്റെ ഫോർമുല എന്ന് പറയുമ്പോഴത്തേക്കും cos സ്ക്വയർ ആൽഫ പ്ലസ് cos സ്ക്വയർ ബീറ്റ പ്ലസ് cos സ്ക്വയർ ഗാമ = 1 ആണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന cos 2 θ1 2 θ2 cos 2 θ3 ആണ്. ഓക്കെ, അത് വെച്ച് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കാം. cos 2 θ നമുക്ക് 2 cos സ്ക്വയർ θ -1 എന്ന് എഴുതാം അല്ലേ. 2 cos സ്ക്വയർ θ -1. അപ്പോൾ ആ പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 2 cos സ്ക്വയർ θ1 -1 പ്ലസ് 2 cos സ്ക്വയർ ഓക്കെ. ഇനി ഇതിനകത്ത് നിന്ന് എടുത്ത് എഴുതുമ്പോൾ 2 cos സ്ക്വയർ θ1 പ്ലസ് 2 cos സ്ക്വയർ -1 -3 എന്ന് വരും. ഇതിൻ്റെ അകത്ത് നിന്ന് എല്ലാം ഒരു 2 അങ്ങ് പുറത്തേക്ക് എടുക്കാം. -3 എന്ന് വരും. 2 ഇൻറ്റു ഇതെന്ന് പറയുന്നത് 1 ആണ് അല്ലേ. cos സ്ക്വയർ ആൽഫ പ്ലസ് cos സ്ക്വയർ ബീറ്റ പ്ലസ് cos സ്ക്വയർ ഗാമ എന്ന് പറയുന്നത് 1 ആണ്. അപ്പം ഇതെല്ലാം കൂടി എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. 2 ഇൻറ്റു 1 -3 that equal to -1. The answer is -1. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ൽ ചോദിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോഴത്തേക്കും ഇഫ് ദ വെക്ടേഴ്സ് എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്, ആർ മ്യൂച്വലി ഓർത്തോഗണൽ വെക്ടേഴ്സ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്.
അങ്ങനെയാണെങ്കിൽ ലാംഡ പ്ലസ് മ്യൂവിൻ്റെ വാല്യൂ എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ലാംഡ പ്ലസ് മ്യൂ എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ചെയ്ത് നോക്കാം. ലാംഡ പ്ലസ് മ്യൂ നമുക്ക് വരണം എന്നുണ്ടെങ്കിൽ എ ഡോട്ട് ബിയും എടുക്കണം, എ ഡോട്ട് സിയും എടുക്കണം, അല്ലേ? ഓർത്തോഗണൽ വെക്ടർ ആകുമ്പം എ ഡോട്ട് ബി ഈക്വൽ ടു 0, എ ഡോട്ട് സി ഈക്വൽ ടു 0 ആണ്. എ ഡോട്ട് ബി എടുക്കുമ്പം എ ഡോട്ട് സിയും ബി ഡോട്ട് സിയും ആണ്. എ ഡോട്ട് സിയും ബി ഡോട്ട് സിയും ആണ്. കാരണം ലാംഡയും മ്യൂവും വന്നിരിക്കുന്നത് സിക്കകത്താണ്. കണ്ടോ, ലാംഡയും മ്യൂവും വന്നിരിക്കുന്നത് സിക്കകത്താണേ. നമ്മുടെ അടുത്ത് എഴുതാം. ഐ മൈനസ് ജെ ആണ്, പ്ലസ് 2k ആണ്. ബി എന്ന് പറയുന്നത് 2i പ്ലസ് 4j പ്ലസ് k ആണ്. സി എന്ന് പറയുന്നത് ലാംഡ ഐ പ്ലസ് 9j പ്ലസ് മ്യൂ k ആണ്. ഇവിടെ ലാംഡയും മ്യൂവും വന്നിരിക്കുന്ന സിക്കകത്താണ്. കണ്ടോ, അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് എ ഡോട്ട് സിയും ബി ഡോട്ട് സിയും ഫൈൻഡ് ഔട്ട് ചെയ്യുക. എ ഡോട്ട് സി എന്ന് പറയുമ്പോഴത്തേക്കും 2 മൈനസ് 4, പിന്നെ തെറ്റിക്കുക. ഓക്കെ, എ സി ആണ് കിട്ടേണ്ടത് കേട്ടോ. എ സി എന്ന് പറയുമ്പം ലാംഡ മൈനസ് 9 ആണ്. ലാംഡ മൈനസ് 9 2 മ്യൂ ഈക്വൽ ടു 0. കാരണം ക്വസ്റ്റിന് തന്നിട്ടുണ്ട് ഓർത്തോഗണൽ വെക്ടേഴ്സ് ആണ്. അതുപോലെ ബി ഡോട്ട് സി എടുക്കുക. അപ്പം നമുക്ക് 2 ലാംഡ പ്ലസ് 36 ഇവിടെ വരുമ്പം പ്ലസ് മ്യൂ ഈക്വൽ ടു 0 എന്ന് വരും. ഇതിൻ്റെ അകത്ത് നമുക്ക് 2 ഇക്വേഷൻ കിട്ടും. അതായത് ലാംഡ പ്ലസ് 2 മ്യൂ ഈക്വൽ ടു 9 വരും. 2 ലാംഡ പ്ലസ് മ്യൂ ഈക്വൽ ടു മൈനസ് 36 വരും. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമ്മുടെ ആൻസറായി. ഇത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒന്നിനെ 2 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മുടെ ആൻസർ സോൾവ് ചെയ്യാൻ പറ്റും. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇവിടെ ഒരു 2 ലാംഡ വരും, ഇതൊരു 4 ആയിട്ട് മാറും, ഇവിടെ ഒരു 18 ആയിട്ട് മാറും. രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്താൽ ഇത് രണ്ടും പോകും. ബാക്കി നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 3 മ്യൂ എന്ന് കിട്ടും. 3 മ്യൂ എന്ന് പറയുന്നത് -18 വരും. അങ്ങനെയെങ്കിൽ മ്യൂ ഈക്വൽ ടു -6 വരും. -36 അല്ലേ, പ്ലസ് 36 ആയിട്ട് വരും. അപ്പോൾ 18ഉം 36ഉം 54 വരും. ഓക്കെ, 54 ആണ്. 54 ആണെങ്കിൽ ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് 1 8 18 മ്യൂ ഈക്വൽ ടു 18 വരും. ഇനി ഈ വാല്യൂ നമ്മൾ ഏതെങ്കിലും ഒന്നിനകത്ത് ഇട്ട് കൊടുത്താൽ നമ്മുടെ ആൻസറായി. ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. 2 ലാംഡ പ്ലസ് 18 ഈക്വൽ ടു -36. അങ്ങനെയാണെങ്കിൽ
lambda equal to minus 54/2 അല്ലേ, മൈനസ് 27. മൈനസ് 27ഉം 18ഉം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? -9. ആൻസർ -9 എന്ന് വന്നു. ഓപ്ഷൻ ബി ആണ്. അതായത് ഇത് രണ്ടിനകത്ത് നമുക്ക് ഇതിനകത്ത് വേണ്ടുന്ന ഹിന്റ് എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ. ഓർത്തോഗണൽ വെക്ടർ ആകുമ്പം A.C 0 ആണ്, B.C 0 ആണ്. അതിൻ്റെ അകത്ത് നമുക്ക് 2 ഇക്വേഷൻ കിട്ടും. ആ 2 ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ഈ 2 ഇക്വേഷനും സോൾവ് ചെയ്യുക എന്നുള്ള ഒറ്റ പരിപാടി മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. അത് നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ കിട്ടും. ഇത് തിരിച്ചെഴുതി സിംപ്ലിഫൈ ചെയ്താൽ ഒന്നും കൂടി എളുപ്പം ചെയ്യാൻ തോന്നുന്നു. ഇത്രയും വലിയ നമ്പറിലേക്ക് പോകാതെ തന്നെ നമുക്കിതിനെ സോൾവ് ചെയ്യാൻ പറ്റും തോന്നുന്നു. നമുക്ക് കിട്ടിയ 2 വാല്യൂസ് എന്ന് പറയുന്നത് 2 ലാംഡ പ്ലസ് മ്യൂ ഈക്വൽ ടു -36, പിന്നെ കിട്ടിയത് ഒരെണ്ണം ലാംഡ പ്ലസ് 2 മ്യൂ ഈക്വൽ ടു 18 ആണ്. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 4 കിട്ടും. തിരിച്ച് സബ്ട്രാക്ട് ചെയ്താൽ മതി, അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ഇവിടെ -3 മ്യൂ ഈക്വൽ ടു, ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് -18 കിട്ടും. അങ്ങനെയാണെങ്കിൽ മ്യൂ ഈക്വൽ ടു 6 എന്ന് കിട്ടും. ഇനി ഈ വാല്യൂ ഇതിനകത്ത് ഇട്ട് കൊടുത്തേക്കുക. അതായത് 2 ലാംഡ പ്ലസ് 6 ഈക്വൽ ടു -36. 2 ലാംഡ ഈക്വൽ ടു 30, ലാംഡ ഈക്വൽ ടു 15, -15 ആണ് അല്ലേ. അപ്പോൾ ലാംഡ പ്ലസ് മ്യൂ ഈക്വൽ ടു 6 - 15 ഈക്വൽ ടു -9. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്തോ. എൻട്രൻസ് എക്സാം ആണ്, നമുക്ക് ടൈം ലാഭിക്കാനായിട്ട് പെട്ടെന്ന് കിട്ടുന്ന സൊല്യൂഷൻ ഏതാണോ, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് സൊല്യൂഷനിലേക്ക് എത്താനുള്ള വഴി ഏതാണോ അതേ ഫോളോ ചെയ്യാവുള്ളൂ കേട്ടോ. തിയറി എക്സാം പോലെ അല്ല, അറിയാമല്ലോ അല്ലേ. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും മറന്നു പോരുതും. ബാക്കി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ തന്നേക്കാം. ബാക്കി സബ്ജക്ട്സിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്, കാണാൻ മറന്നു പോരുതും. എല്ലാം ഇതേപോലെ തന്നെ PYQസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. സാധാരണ റിപ്പീറ്റ് ചെയ്യുന്ന പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. സെയിം ക്വസ്റ്റ്യൻ തന്നെ വരും എന്നല്ല പറയുന്നത്. ആ ടോപ്പിക്കിൽ നിന്ന് ആ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ തിരിച്ചു മറിച്ചുമൊക്കെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.